പ്രിയ സഹോദരങ്ങളെ, നല്ല തമ്പുരാന്റെ പുണ്യപൂന്തോട്ടത്തിലെ വർണ്ണശബളമായ ഒരു ചെറു പുഷ്പമായിരുന്നു കൊച്ചു ത്രേസ്യ. എന്നാൽ ഒരു പുഷ്പത്തിന് എത്ര നാൾ ആയുസ്സുണ്ട്? അതിൻ്റെ ആയുസ് നിറത്തോടൊപ്പം മങ്ങി മണ്ണിൽ അഴുകിയില്ലാതായി തീരുമോ? അതോ കാറ്റിൽ കടന്ന ഗന്ധത്തോടൊപ്പം മങ്ങി മറയുമോ? ഒരിക്കലുമില്ല. വയലിലെ ലില്ലികളെപ്പോലും അലങ്കരിക്കുന്നവന്റെ കയ്യിൽ ഒരു പുഷ്പത്തിൻ്റെയും വർണ്ണത്തെയോ ഗന്ധത്തെയോ കാലത്തിന് മായ്ച്ചു കളയാൻ കഴിയില്ലെന്ന് വിശുദ്ധ കൊച്ചു ത്രേസ്യ നമ്മെ പഠിപ്പിക്കുന്നു. പേരുകൊണ്ടും പ്രവൃത്തി കൊണ്ടും കൊച്ചായിരുന്നെങ്കിലും അവൾ കരസ്ഥമാക്കിയ പദവികൾക്ക് ഇന്നും പകരക്കാരില്ല. വലിയ ത്യാഗപ്രവൃത്തികളോ തപസ്സോ പ്രായശ്ചിത്തമോ ചെയ്തിട്ടില്ലെങ്കിലും ലോകത്തിനു മുമ്പിൽ സാധാരണക്കാരിയായി കന്യാസ്ത്രീയെ അവളുടെ നാമകരണത്തിന് മുമ്പ് തന്നെ പുണ്യവാളനായ 10-ാം പീസ് മാപ്പ ആധുനിക ലോകത്തെ ഏറ്റവും വലിയ വിശുദ്ധ എന്ന് വിളിച്ചു. കത്തോലിക്ക സഭയിൽ ഒരാളെ വിശുദ്ധൻ അഥവാ വിശുദ്ധയായി പ്രഖ്യാപിക്കാൻ കുറഞ്ഞത് 50 വർഷമെങ്കിലും വേണമെന്നിരിക്കെ കേവലം 25 വർഷങ്ങൾ കൊണ്ട് കൊച്ചു ത്രേസ്യ മറ്റു വിശുദ്ധരുടെ അരികിൽ ഇരിപ്പുറപ്പിച്ചു. ഒരു പൂവിന് ചുറ്റുപാടും സുഗന്ധം പരത്താൻ കഴിയുക അത് കാറ്റുമായി കലർന്നു കഴിയുമ്പോഴാണ്. സന്യാസം സ്വീകരിക്കും മുമ്പേ കൊച്ചു ത്രേസ്യ തൻ്റെ പ്രിയനാഥനുമായി വേർപിരിക്കാനാവാത്ത വിധം ഒന്നായി തീർന്നിരുന്നു. 15-ാം വയസ്സിൽ കർമ്മലമഠത്തിൽ പ്രവേശിച്ച് അതിൻ്റെ കനത്ത ഭിത്തികൾക്കപ്പുറം കാണാത്തവൾ തൻ്റെ സ്നേഹസമർപ്പണത്തിലൂടെ സർവ്വലോക മിഷൻ മധ്യസ്ഥയായി. ഉപരി വിദ്യാഭ്യാസമോ ദൈവശാസ്ത്ര പരിജ്ഞാനമോ ഇല്ലാത്തവൾ തൻ്റെ എളിയ ആത്മീയ അനുഭവത്തിൽ നിന്നും നിർഗളിച്ച അകമഴിഞ്ഞ അറിവിലൂടെ കത്തോലിക്ക സഭയിലെ ഏറ്റവും വലിയ വേദപാരംഗതയായി. ഒരു ചെറു പുഷ്പമാണെങ്കിലും അവൾ പ്രസരിപ്പിച്ച സ്വാധീനം അത്ര ചെറുതല്ലായിരുന്നു. ശിശുസഹജമായ ഹൃദയത്തോടെ സ്വർഗം സ്വന്തമാക്കിയവൾ കോടിക്കണക്കിന് ക്രൈസ്തവരുടെ ഹൃദയവും കവരുകയുണ്ടായി. ലോകത്തിൽ ഏറ്റവും അധികം അച്ചടിക്കപ്പെട്ട ബൈബിളിന് ശേഷം വായിക്കപ്പെട്ടത് വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ആത്മകഥയായ നവമാലികയാണ്. ഇപ്രകാരം ഭൂമിയിലിരുന്ന് സ്വർഗത്തെ സന്തോഷിപ്പിക്കുവാനും സ്വർഗത്തിലിരുന്ന് ഭൂമിയിൽ സ്വാധീനം ചെലുത്തുവാനും വിശുദ്ധയ്ക്ക് സാധിച്ചു. അങ്ങനെ തിരുസഭയും സഭാമക്കളെയും മനുഷ്യകുലം മുഴുവനെയും സുഗന്ധപൂരിതമാക്കി അവൾ. ആകയാൽ പ്രിയ സഹോദരങ്ങളെ, സ്വർഗത്തിലും തൻ്റെ അവിരാമ സഹായങ്ങൾ വാഗ്ദാനം ചെയ്ത വിശുദ്ധ നമുക്കും സ്വർഗം സ്വന്തമാക്കാൻ സഹായിക്കട്ടെ.